പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കളമശ്ശേരിക്ക് വളരെ അടുത്തായിട്ട് കുഴുവേലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കളമശ്ശേരിക്ക് മാത്രമല്ല, നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ്. എടപ്പള്ളി പുക്കാട്ടുപടി മെയിൻ റോഡിലേക്ക് 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഈ കാണുന്ന മെയിൻ റോഡ് വരുന്നത് തന്നെ മണലിമുക്ക് മെഡിക്കൽ കോളേജ് റൂട്ടാണ്. അവിടെയായിട്ട് നല്ലൊരു വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 3 സെൻറ്റ് 1300 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് നമ്മളിപ്പോൾ കാണാൻ വന്നുള്ളത്. ഇനി ഇതിലേക്ക് വരുന്ന വഴിയാണെന്നുണ്ടെങ്കിലും 7 മീറ്റർ കൂടുതൽ വീതിയുള്ള വഴിയാണ് കൊടുത്തുള്ളത്. നന്നായിട്ട് ടൈല് ഭംഗിയായിട്ടാണ് വഴിയും ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. ഭംഗിയുള്ളൊരു എലിവേഷൻ തന്നെയാണ് ഇതിന് കൊടുത്തുള്ളത്. ഒരു കണ്ടംപററി ഡിസൈനാണ് വന്നുള്ളത്. നല്ലൊരു ഓപ്പൺ ബാൽക്കണിയോട് കൂടി തന്നെയാണ് എലിവേഷൻ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. 3 സെൻറ്റിലാണെങ്കിൽ കൂടി 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ ഈ പോർച്ചിനകത്തുണ്ട്, അതായത് കോമ്പൗണ്ടിനകത്തുണ്ട്. പോർച്ചിലൊരു വാഹനം ഈസി ആയിട്ട് ഉൾക്കൊള്ളുന്ന രീതിയിൽ പോർച്ചും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി പോർച്ചിന് മുന്നിലായിട്ടും ഒരു വാഹനം ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് ഈസ്റ്റിലേക്കാണ്, അതായത് ഈസ്റ്റ് ഫേസ് ആണ് വീട് വരുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നല്ല കിണറും കൊടുത്തിട്ടുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. ഇനി KW വാട്ടർ കണക്ഷൻ എടുക്കാനുള്ള പ്രൊവിഷനും അവൈലബിൾ ആണ്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. നമുക്ക് അകത്തേക്ക് കയറാം. സിംഗിൾ പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത സിംഗിൾ പീസ് ഡോറ് വന്നിട്ടുണ്ട്. നമുക്ക് ലിവിങ് സ്പേസിലേക്ക് വരാം. നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെയാണ്. ഇങ്ങനെ നമുക്ക് വലിയൊരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടീപ്പോയും കൊടുക്കാം. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഒരു ഭിത്തി പൂർണ്ണമായിട്ടും കവർ ചെയ്തിരിക്കുന്നത് വാൾപേപ്പർ കൊണ്ട് തന്നെയാണ്. നല്ല രീതിയിൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്ത് നമുക്ക് വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ വെച്ച് ഭംഗിയാക്കാവുന്നതാണ്. വീടിൻ്റെ ദർശനം വരുന്നത് ഈസ്റ്റിലേക്കുമാണ്. ഇനി നമുക്ക് ഡൈനിങ്ങിലേക്ക് വരാം. ഈ ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമാണത്. അതും ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. മൈക്ക ലാമിനേഷനാണ് വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു കോക്കറി ഷെൽഫും അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു കോക്കറി ഷെൽഫോട് കൂടി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു കൗണ്ടറും കിട്ടിയിട്ടുണ്ട്. അതിനകത്തൊക്കെ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് എന്നുള്ളത്. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൺ വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹുഡ് ഹോബ് അറേഞ്ച് ചെയ്യാം. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പും വരുന്നുണ്ട്. ഇനി നമുക്ക് ഔട്ട് സൈഡിലേക്ക് വരാം. അതായത് വർക്ക് ഏരിയ വരുന്ന ഭാഗമാണത്. ഇതും ഫ്രണ്ടിൽ നിന്നും കാണാത്ത രീതിയിൽ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി ഉള്ള സിങ്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു ടാപ്പും വരുന്നുണ്ട്. ഉള്ള ഭാഗങ്ങളെല്ലാം ഭംഗിയായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. ചെറിയ ഡോറാണ് എന്നുള്ളത്. സ്ഥലപരിമിതികളെ ഭംഗിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ വീട്. ഇനി നേരെ നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. 12 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡ്. ഇവിടെയായിട്ടാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത്. മിറർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ഇനി ഇവിടെയായിട്ടാണ് ഡൈവേർട്ടർ വന്നുള്ളത്. റെയിൻ ഷവറും കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് വരുന്നുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതും ഫൈബർ ഡോർ തന്നെയാണ്. ഇന്ന് നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോവാണ്. ഡൈനിങ് ഏരിയയിൽ നിന്നും ഒതുങ്ങിയാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. അതായത് ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കൗണ്ടർ വാഷ് ബേസും തന്നെയാണ് എന്നുള്ളത്. സെറയുടെ ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വലിയൊരു മിറർ ഹാങ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടർ വെക്കാനായിട്ട് താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റെയറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. നേരെ മേലേക്ക് കയറാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബും സ്റ്റീലുമാണ്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. 2 പാളി ജനലും വന്നിട്ടുണ്ട്. മേലെ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന ഭാഗമാണ്. ഇവിടെയും ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്.
നമ്മൾ കയറി വരുന്നത് തന്നെ ബെഡ്റൂമിലേക്കാണ്. 12 അടി നീളവും 10 അടി വീതിയുള്ള ബെഡ്റൂം തന്നെയാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നല്ല കബോർഡ് തന്നെയാണ്. കളർ പാറ്റേണിൽ മാത്രമാണ് മാറ്റമുള്ളൂ. സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. സെയിം പാറ്റേൺ തന്നെയാണ്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഒരു കോറിഡോർ പോലെയാണ് അപ്പർ ലിവിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. നല്ല നീളത്തിലാണ് കിടക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആംഗിൾ വാൽവ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്. ഒരു വാഷിംഗ് മെഷീൻ വെച്ചിട്ട് അലക്കി വിരിച്ചിടാനായിട്ട് മേലേക്ക് പോകണം. ഇങ്ങനെയാണ് ഓപ്പൺ ടെറസ് ഏരിയ വന്നിട്ടുള്ളത്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റ് തന്നെയാണ്. ഇത് ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അപ്പർ ലിവിങ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമും വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 12 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെയായിട്ടാണ് വാൾഡ്രോബ്സ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് ഒന്ന് പോവാം. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെ കിട്ടിയിട്ടുണ്ട്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഇവിടെ ഒരു ഷവർ കോക്ക്, 2 ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് എല്ലാ ബാത്റൂമിലും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാത്റൂമിന് ഫുള്ളായിട്ടാണ് അതായത് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ടൈൽ ഒട്ടിച്ചിട്ടുള്ളത്. നല്ല ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലുമാണ്. ഇനി നമുക്കിതിൻ്റെ ബാൽക്കണിയിലേക്ക് പോവാം. കവേർഡ് ബാൽക്കണിയാണ്. സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഓപ്പൺ ബാൽക്കണിയിലേക്ക് ഇറങ്ങാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ വരുന്നുണ്ട്. ഭംഗിയായിട്ട് ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ മനോഹരമായുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. കളമശ്ശേരിക്കടുത്ത് നല്ലൊരു വില്ല പ്രോജക്റ്റ്, അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇത് 3 സെൻറ്റ് ലാൻഡിലാണ്. 3 സെൻറ്റ് ലാൻഡിൽ 1300 സ്ക്വയർ ഫീറ്റ് ഭംഗിയായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. ഇതിന് ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ വീട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സൈറ്റ് വിസിറ്റിനും മറ്റ് അനുബന്ധമായിട്ടുള്ള എല്ലാ വർക്കിനും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വില്ലയിൽ തന്നെ ഒട്ടനവധി വീടുകളും അവൈലബിൾ ആണ്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.